ഈ ഒരു ക്രോസ് കട്ട് ബാസ്ക്കറ്റിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ വളരെ ലെങ്തി ആകുമെന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ബേസ് മാത്രമേ ചെയ്തെടുക്കുന്നത് കാണിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ ചെറിയ ഒരു ബാസ്ക്കറ്റാണിത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. സെൻറ്റർ ലൈൻ തൊട്ട് മുകളിലേക്ക് 5 ലൈനും താഴേക്ക് 5 ലൈനും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ ടേൺ ചെയ്ത് മുകളിലേക്കാണ് പിന്നിയെടുക്കേണ്ടത്. അതിനിയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെൻറ്റർ ലൈൻ തൊട്ട് നമുക്ക് മുകളിലേക്ക് 5 ലൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 വയർ നമുക്ക് മുകളിലേക്കുണ്ട്. ഇതൊന്നും ക്രോസ് ചെയ്യുന്ന വയറുകളല്ല, എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്ന വയറുകളാണ്. ഈ 5 വയറിൽ ലാസ്റ്റ് 2 വയർ 4ഉം 5ഉം വയറുകൾ ചേർത്ത് നമുക്ക് നോട്ടിട്ട് കൊടുക്കണം. നോർമൽ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കോർണർ നമ്മൾ ടേൺ ചെയ്യുകയാണ്. 4ാമത്തെയും 5ാമത്തെയും വയറുകൾ ചേർത്ത് ബോക്സ് നോട്ട്. 4ാമത്തെ വയറിനെ മടക്കി 5ാമത്തെ വയറിനെ അതിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുത്ത് താഴെയുള്ള വയറിനെ മുകളിലേക്ക് മടക്കി സൈഡിലുള്ള വയറിനെ ലൂപ്പിനുള്ളിലൂടെ കയറ്റി ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കുക. ബോക്സ് നോട്ട് ഇടുന്ന വീഡിയോ നമ്മൾ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരതൊന്ന് കണ്ടു നോക്കണേ. ഫസ്റ്റ് ടേൺ ചെയ്തതുപോലെ തന്നെ നമ്മൾ 2ാമത്തെ സൈഡ് എടുത്തിട്ടുണ്ട്. ഇവിടെയും 5 വയറുകൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെയും 5ാമത്തെയും വയറുകൾ ചേർത്ത് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ വേറൊരു പ്രയാസവും ഇല്ല. ബോക്സ് നോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബോക്സ് നോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വയറുകൾ ചെയ്യുമ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ട് നോട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി 3ാമത്തെ കോർണറിലും അതുപോലെ തന്നെ നമുക്ക് 4, 5 വയറുകൾ വരുന്നത് എവിടെയാണെന്ന് നോക്കി 4ാമത്തെയും 5ാമത്തെയും വയറുകൾ തമ്മിൽ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. 1, 2, 3, 4, 5. 4ഉം 5ഉം തമ്മിൽ ചേർത്ത് ബോക്സ് നോട്ട് ഉണ്ടാക്കുക. ഇനി 4ാമത്തെ കോർണർ നമുക്കിതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാം. ഇവിടെയും 4ഉം 5ഉം വയറുകൾ തമ്മിലെടുത്തിട്ട് ആദ്യത്തെ വയറിനെ മടക്കുക. 2ാമത്തെ വയറിനെ അതിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുക്കുക. താഴെയുള്ള വയറിനെ മുകളിലേക്ക് എടുക്കുക. സൈഡിലുള്ള വയറിനെ ലൂപ്പിലൂടെ കയറ്റിയെടുക്കുക. വയറുകളെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നോട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാ മൂലകളും നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പിന്നുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ക്രോസ് വരുന്നിടത്തെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇതിൽ ഇനിയും വേറെ ഒരു മാറ്റവും ചെയ്യാനില്ല. എവിടെയാണ് ക്രോസ് 2 വയറുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. അവിടെയെല്ലാം ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഈ സൈഡിൽ വരുമ്പോൾ മാത്രം നമുക്കൊരു ഡൗട്ട് വരും, അതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വയറുകളാണല്ലോ എന്ന്. പക്ഷേ ആദ്യത്തെ ഒരു വയറ് അവിടെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു വയറ് ക്രോസ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ബോക്സ് നോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലായിടത്തും ഓരോരോ ക്രോസുകൾ വരും. പിന്നീട് നമുക്ക് അങ്ങോട്ട് ക്രോസ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു വയറിനെ മാത്രം നമുക്ക് ക്രോസ് ആയിട്ടിരിക്കുന്നതിനെ നമുക്ക് നോട്ടിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഓൾറെഡി ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വയറിനെ ഞാൻ
ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലുള്ള ആദ്യത്തെ വയറിനെ ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ 2 വയറിനെ ചേർത്ത് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം സൈഡിലേക്ക് ഓരോരോ ക്രോസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 2 വയറുകൾ നമ്മൾ ബോക്സ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ നോട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്രോസ് കിട്ടി. 2 വയറുകൾ തമ്മിൽ അടുത്ത ഒരു ക്രോസ് ആയിട്ട് കിട്ടി. ഇനി ഈ 2 വയറുകളെ നമുക്ക് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇനിയും ഇത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത 2 വയറുകൾ അവിടെ ക്രോസ് ആയിട്ട് കാണാൻ പറ്റും. ക്രോസ് നോട്ടിൻ്റെ ബാഗ് തന്നെ ആദ്യം കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റണ്ണിങ് വയർ വെച്ച് നമ്മൾ ബാഗ് ചെയ്യുമ്പോൾ ലാഡർ നോട്ടൊക്കെ ഇട്ട് അതൊരു തുടക്കക്കാർക്ക് അത് കുറച്ചൊരു പ്രയാസമാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഡൗട്ടൊക്കെ വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ആ ബാഗ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ആദ്യം ഈ ബാഗ് തന്നെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നും മനസ്സിലാക്കാനായിട്ടില്ല. എവിടെയാണോ ക്രോസ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ നോട്ടിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെയുള്ള എല്ലാ വയറുകളിലും, അതായത് മുകളിലേക്കുള്ള 4 വയറുകളിലും ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ വശത്തും നമുക്ക് തിരിച്ച് നോക്കുമ്പം ഇതുപോലെ ചരിഞ്ഞിട്ടുള്ള ഒരു വയർ നമുക്ക് കിട്ടും. ബാക്കിയുള്ള എല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. ചരിഞ്ഞു നിൽക്കുന്ന ഒരു വയർ മാത്രമുണ്ട്. ആ വയർ കൊണ്ട് നമ്മളിപ്പോൾ ക്രോസ് നോട്ട് ഇട്ട് കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, 4 വയറുകൾ സ്ട്രെയിറ്റ് ആയിട്ടും ഒരു വയർ ചരിഞ്ഞു നിൽക്കുന്നതായിട്ടും കാണാം. ഈ 4 വയറുകളിലും ഈ ചരിഞ്ഞു നിൽക്കുന്ന വയർ കൊണ്ട് നമുക്ക് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാ വശത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അടുത്ത സൈഡിലും നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ഷേപ്പ് ഒന്ന് നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാകും. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു വയർ കാണുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് അത് ഉണ്ടാവത്തില്ല. അവിടെ എല്ലാം ക്രോസുകൾ കാണും നമുക്ക്. ഈ സൈഡിൽ മാത്രം ചരിഞ്ഞ് നിൽക്കുന്ന വയർ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള 4 വയറുകളെയും നമ്മൾ നോട്ടിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് തോന്നും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ. എനിക്ക് അറിയാവുന്നത് പോലെ ഞാനത് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ഒരു നോട്ട് ഇടുന്നതൊന്ന് തെറ്റിപ്പോയാലും അത് അഴിച്ചിട്ട് നമുക്ക് വേഗം തന്നെ അത് മാറ്റി ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിൻ്റെ ആ ഷേപ്പ് തെറ്റിപ്പോവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ 2 വശത്തെയും ചാഞ്ഞ് നിൽക്കുന്ന വയറുകളെടുത്ത് നോട്ടുകൾ ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റിൽ ഒരു ക്രോസ് കിട്ടും. ആ ക്രോസായിട്ട് നിൽക്കുന്ന 2 വയറുകളെ ചേർത്ത് വീണ്ടും നമുക്കൊരു ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിൽ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കണം. ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2 വശത്തും ഒരുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം ചെയ്യാനായിട്ട് തുടങ്ങാം.
ഇനിയിപ്പോൾ നമുക്ക് സൈഡ് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശത്ത് നോക്കുമ്പോൾ ക്രോസ് ആയിട്ടുള്ള വയറുകൾ കാണാൻ പറ്റും. ആ ക്രോസ് ആയിട്ടുള്ള വയറുകളിൽ നമുക്ക് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ കാണിക്കുന്നത്. നമ്മൾ രണ്ട് സൈഡിലും ആ ചാഞ്ഞ് നിൽക്കുന്ന വയറുകൾ തമ്മിലെടുത്ത് ബോക്സ് നോട്ട് ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ഈ രണ്ട് വയറുകൾ മാത്രമായിട്ട് കിട്ടും, ക്രോസ് ആയിട്ട് കിട്ടും. അതിലെയും നമുക്ക് ഒരു ബോക്സ് നോട്ടാക്കി മാറ്റണം. ഇപ്പം നമുക്ക് ചെറിയൊരു ഡയമണ്ട് ഷേപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കണം. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശത്ത് ക്രോസ് ആയിട്ടുള്ള രണ്ട് വയറുകൾ കാണാൻ കഴിയും. അതിനെയെല്ലാം നമുക്ക് ബോക്സ് നോട്ടുകളാക്കി മാറ്റണം. എപ്പോഴും ക്രോസായിട്ട് നിൽക്കുന്ന വയറുകളെ മാത്രമേ എടുക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയും രണ്ട് ക്രോസ് ആയിട്ടുള്ള വയറുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് നോർമൽ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് നോട്ടുകൾ ഇട്ട് കൊടുക്കണം. ഓരോ നോട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോഴും താഴത്തെ നോട്ടിനെ ഒന്നും കൂടി ടൈറ്റ് ആക്കിയിട്ട് വേണം പുതിയ നോട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അയഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്തിരിക്കുന്ന ബോക്സുകളെല്ലാം ഒന്നും കൂടി ടൈറ്റ് ചെയ്തിട്ട് പുതിയ നോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അടുത്ത ക്രോസ് നോട്ട് കാണുന്നുണ്ട്. അവിടെയും നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. ഒരു റൗണ്ട് ഫുള്ള് ഇനി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മുകളിലേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ മുഴുവൻ മുകളിലേക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുഴുവൻ മുകളിലേക്ക് പിന്നെ എടുത്തിട്ടുണ്ട്. ബാഗിന് ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട്. നടുക്കുള്ള കുറച്ച് വയറുകൾ മാത്രമേ ഉള്ളൂ കുറച്ചധികം ലെങ്ത് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ഉള്ളിലേക്ക് ചുരുകാൻ മാത്രം ഉള്ളതാണ്. ഇതെല്ലാം കൂടി ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് കാണിച്ചാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മുഴുവനും ഉള്ളിലേക്ക് ചുരുക്കി കഴിഞ്ഞിട്ട് രണ്ടെണ്ണം മാത്രമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരിക്കും. ഇത് മുഴുവനും ഉള്ളിലേക്ക് ചുരുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള എല്ലാ വയറുകളും ഞാൻ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ട് വയറ് മാത്രമേ ഉള്ളൂ. ഇത് മടക്കി വെക്കുമ്പോൾ രണ്ട് വയറുകളും രണ്ട് ഭാഗത്തേക്കായിട്ട് ഇരിക്കുന്നത് കാണാം. ഇങ്ങനെ മടക്കുമ്പോൾ രണ്ടും രണ്ട് വശത്തേക്കാണ്. ഏത് വശത്തേക്കാണോ പോയിട്ടുള്ളത് ആ വശത്തെ നോട്ടിനുള്ളിലേക്ക് അതിനെ ചുരുക്കി വെച്ച് കൊടുക്കുക. ഗ്രീൻ വയറിനെ ഗ്രീൻ നോട്ടിനുള്ളിലേക്കും പിങ്ക് വയറിനെ പിങ്ക് നോട്ടിനുള്ളിലേക്കും നമുക്ക് ചുരുക്കി കൊടുക്കാം. ആ വയറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഷാർപ്പായിട്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്കിത് ചുരുക്കിയെടുക്കാൻ പറ്റും. ഒരു 3-4 നോട്ടിൻ്റെ ഉള്ളിൽ വരെ ചുരുക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ അഴിഞ്ഞൊന്നും വരത്തില്ല. അത് ഇങ്ങനെ വയറുകൾ ചുരുക്കി വെക്കുമ്പോൾ വയറ് നീളം കൂടുതലാണെങ്കിൽ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കളയരുത്. ഒരു 3-4 നോട്ടിനുള്ളിൽ വരെ അത് കടത്തി വിട്ടതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്ത് കളയാവുള്ളൂ. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ചുരുക്കി വെക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുഴുവൻ ചുരുക്കി കഴിഞ്ഞ് ഒരു 4-5 നോട്ട് അപ്പുറം എത്തിക്കഴിയുമ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
ഇപ്പോൾ രണ്ട് സൈഡിലും ഞാൻ വയറുകൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ഹാൻഡിലും കൂടി ചെയ്താൽ മതി. അതും കൂടി ചെയ്യുന്നത് ഞാൻ വേഗത്തിലൊന്ന് കാണിച്ചു തരാം. ഹാൻഡിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്, എങ്കിലും അതുകൂടി ഞാൻ വേഗം ഇതിലൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു സൈഡിൽ ഞാൻ ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിൽ എവിടെയാണ് ഹാൻഡിൽ വരേണ്ടതെന്ന് നോക്കിയിട്ട് ഞാനൊരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് ഹാൻഡിലിന് എത്രയാണോ നീളം വേണ്ടത് അത് ഈ വയർ കൊണ്ടൊന്ന് അളന്നെടുക്കുക. ഈ വയർ പ്രത്യേകമായിട്ട് ഞാൻ അളന്നൊന്നും എടുത്തിട്ടില്ല. ഹാൻഡിലിൻ്റെ നീളത്തിനനുസരിച്ച് ഒന്ന് വെച്ച് നോക്കി അത് എടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചൊരളവൊന്നും ഇതിൽ എടുത്തിട്ടില്ല. ഇവിടെ ഗ്രീൻ വയറിനെ ഞാൻ ഇന്നർ വയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ടും അറ്റം ഒരുപോലെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇന്നർ വയറായിട്ട് എടുക്കുന്ന വയറിൻ്റെ 2.5 മടങ്ങ് നീളം വേണം ഔട്ടർ വയറായിട്ട് എടുക്കേണ്ടത്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്നർ വയറായിട്ട് എത്ര നീളമുള്ള വയറാണോ എടുക്കുന്നത് അതിനേക്കാൾ 2.5 മടങ്ങ് കൂടുതൽ ഔട്ടർ വയർ എടുക്കണം. ഇവിടെ ഇന്നർ വയർ ചെറിയൊരു ബാസ്ക്കറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലൊന്നും വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം അളവൊന്നും എടുത്ത് ഇന്നർ വയർ എടുക്കാഞ്ഞത്. ചെറിയൊരു ഹാൻഡിലാണ് കൊടുക്കുന്നത്. ആ ഹാൻഡിലിൻ്റെ നീളത്തിനനുസരിച്ച് ഒരു ഔട്ടർ വയർ അത് 2.5 മടങ്ങ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇന്നർ വയർ ഇട്ട അതേ ഹോളിൽ കൂടെ തന്നെ ഞാൻ ഔട്ടർ വയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നർ വയറിനെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം മുകളിൽ ഒരു ക്രോസ് വരുന്നത് പോലെ ലെഫ്റ്റിലുള്ള വയറിനെ റൈറ്റിലേക്കും റൈറ്റിലുള്ള വയറിനെ ലെഫ്റ്റിലേക്കും മടക്കി കൊടുക്കണം. സെയിം ഒരു ഹാൻഡിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ഇന്നർ വയറായിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലിന് വേണ്ടിയിട്ടായതുകൊണ്ട് 3 ഇന്നർ വയർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്രയും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ഒരു വയറിൽ മാത്രമായിട്ട് കൊടുക്കുന്നത്. അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിലുള്ള വയറിനെ റൈറ്റിലേക്കും അതുപോലെ റൈറ്റിലുള്ള വയറിനെ ലെഫ്റ്റിലേക്കും മടക്കി മുകളിൽ ഒരു ക്രോസ് പോലെ ആക്കുക. അതിനുശേഷം തിരിച്ചതുപോലെ തന്നെ മടക്കി നമുക്ക് താഴെയും ഒരു ക്രോസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. മുകളിലും താഴെയും ഓരോ ക്രോസ് വരുന്നത് ശ്രദ്ധിക്കുക. വയറുകൾ തിരിഞ്ഞു പോകാതെ ഇരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെ മുകളിലും താഴെയും ക്രോസ് ഇട്ട് നമുക്ക് ഈ ബാഗിൻ്റെ ഹാൻഡിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഹാൻഡിലിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇന്നർ വയർ കൊണ്ട് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഔട്ടർ വയർ കൊണ്ട് തന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ വയറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ വയർ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കെട്ടി സപ്പോർട്ടാക്കിയിട്ട് ബാക്കിയുള്ള പിന്നി കൊടുക്കാം. അപ്പം ഞാനിത് മുഴുവനൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ മുൻപ് വെച്ച അതേ ഹാൻഡിലിൻ്റെ നീളത്തിനനുസരിച്ച് ഇതും പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് അധികമുള്ള വയറിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ആ വയർ കൊണ്ട് ഞാൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. സാധാരണ എക്സ്ട്രാ വയർ വെച്ചാണ് അങ്ങനെ കെട്ടിക്കൊടുക്കാറ്. ഇവിടെ പക്ഷേ ഇതേ വയർ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. വേറൊരു വയറിൻ്റെ ആവശ്യം അപ്പോൾ ഇല്ല. അപ്പോൾ ഇതിനെ കെട്ടിക്കൊടുത്തിട്ട് ഉള്ളിലേക്ക് ചുരുക്കി കൊടുക്കാം.
ഗ്രീൻ വയറിനെയും അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് ചുരുക്കി കൊടുക്കാം. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ബാഗിൻ്റെ 2 ഹാൻഡിലും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് ഇതും. ഇപ്പം ബാഗ് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ക്രോസ് കട്ട് ബാഗ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക്